പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ് ലൈവിന്റെ പബ്ലിക് അവയർനെസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ഡൽഹി അതിൻ്റെ സമ്പന്നമായ ചരിത്രത്തിനും വൈവിധ്യമാർന്ന സംസ്കാരത്തിനും തിരക്കേറിയ ഊർജത്തിനും പേരുകേട്ടതാണ്. എന്നിരുന്നാലും അന്തരീക്ഷ മലിനീകരണത്തിന്റെ ഭയാനകമായ അളവുകൾക്കും ഇത് കുപ്രസിദ്ധമാണ്. ഡൽഹിയിലെ വായുവിന്റെ ഗുണനിലവാരം പലപ്പോഴും അപകടകരമായ നിലയിലെത്തുന്നു. ഇത് അവിടുത്തെ നിവാസികൾക്ക് ഗുരുതരമായ ആരോഗ്യ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു. എന്താണ് ഡൽഹിയിലെ വായു മലിനീകരണത്തിന് കാരണം? ചർച്ച ചെയ്യുന്നു. ഡൽഹിയിലെ വായു മലിനീകരണം സങ്കീർണമായ ഒരു പ്രശ്നമാണ്. ഒന്നിലധികം ഉറവിടങ്ങൾ അതിൻ്റെ അപകടകരമായ നിലയിലേക്ക് സംഭാവന ചെയ്യുന്നു. പ്രധാന കാരണങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു. വാഹനങ്ങളുടെ പുറന്തള്ളൽ. ഡൽഹിയിലെ റോഡുകളിൽ വാഹനങ്ങളുടെ എണ്ണത്തിലുള്ള ദ്രുതഗതിയിലുള്ള വർധന വായു മലിനീകരണത്തിന് ഗണ്യമായ സംഭാവന നൽകുന്നു. എക്സോസ്റ്റ് എമിഷൻ, കണികാദ്രവ്യം പോലുള്ള മലിനീകരണം പുറത്തുവിടുന്നു. വ്യാവസായിക മലിനീകരണം. കനത്ത ലോഹങ്ങളും രാസവസ്തുക്കളും ഉൾപ്പെടെയുള്ള ഫാക്ടറികളിൽ നിന്നുള്ള മലിനീകരണം പുറന്തള്ളുന്നത് മൊത്തത്തിലുള്ള മലിനീകരണ ഭാരം വർദ്ധിപ്പിക്കുന്നു. നിർമ്മാണപ്പൊടി. നഗരത്തിലെ കുതിച്ചുയർന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗണ്യമായ അളവിൽ പൊടി ഉണ്ടാക്കുന്നു. കണിക പദാർത്ഥങ്ങളാൽ സമ്പന്നമായ നിർമ്മാണ പൊടി വായുവിലേക്ക് മാറുകയും വായുവിലെ PM10 ഉയർന്ന അളവിലേക്ക് ഗണ്യമായി സംഭാവന നൽകുകയും ചെയ്യുന്നു. ബയോമാസ് ബേണിംഗ്. ശൈത്യകാലത്ത് അയൽ സംസ്ഥാനങ്ങളിലെ കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്ന രീതി ഡൽഹിയുടെ മലിനീകരണം വർദ്ധിപ്പിക്കുന്നു. തത്ഫലമായി ഉണ്ടാകുന്ന പുക അന്തരീക്ഷത്തിലേക്ക് PM2.5, PM10 പോലുള്ള മലിനീകരണം പുറപ്പെടുവിക്കുന്നു. മാലിന്യം കത്തിക്കുന്നത്. പ്ലാസ്റ്റിക്കും മറ്റ് അജൈവ വസ്തുക്കളും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തെറ്റായി നീക്കം ചെയ്യുന്നത് വായു മലിനീകരണത്തിന് കാരണമാകുന്നു. മാലിന്യങ്ങൾ കത്തിക്കുന്നത് ഡയോക്സിൻ, ഫ്യൂറാൻ എന്നിവയുൾപ്പെടെയുള്ള ദോഷകരമായ വസ്തുക്കൾ വായുവിലേക്ക് പുറപ്പെടുവിക്കുന്നു. ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് AQI വായു മലിനീകരണത്തിന്റെ തോത് പൊതുജനങ്ങളുമായി ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉപകരണമാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് AQI എന്ന് പറയുന്നത്. PM2.5, PM10, നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഓസോൺ 3 എന്നിവയുൾപ്പെടെയുള്ള വിവിധ മലിനീകരണ വസ്തുക്കളെ ഇത് കണക്കിലെടുക്കുന്നു. അന്തിമ സൂചിക നല്ലത് മുതൽ അപകടകരമായതുവരെയുള്ള വ്യത്യസ്ത തലങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. സാധാരണ വായു മലിനീകരണം, കണികാദ്രവ്യം, PM2.5, PM10 എന്നിവ യഥാക്രമം 2.5 മൈക്രോമീറ്ററും 10 മൈക്രോമീറ്ററും വ്യത്യാസമുള്ള കണങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ സൂക്ഷ്മ കണങ്ങൾ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാകും. നൈട്രജൻ ഡയോക്സൈഡ് ജ്വലന പ്രക്രിയകളുടെ ഒരു ഉപോൽപ്പന്നമാണ്. പ്രാഥമികമായി വാഹനങ്ങളിൽ നിന്നും വ്യാവസായിക പ്രവർത്തനങ്ങളിൽ നിന്നും ദീർഘനേരം എക്സ്പോഷർ ചെയ്യുന്നത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ഭൂനിരപ്പിൽ ഓസോണിന്റെ രൂപീകരണത്തിന് കാരണമാവുകയും ചെയ്യും. സൾഫർ ഡയോക്സൈഡ്. കൽക്കരി, എണ്ണ തുടങ്ങിയ സൾഫർ അടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് SO2 പുറത്തുവിടുന്നു. ഇത് ശ്വസന വ്യവസ്ഥയെ പ്രകോപിപ്പിക്കുകയും ആസിഡ് മഴയുടെ രൂപീകരണത്തിന് കാരണമാവുകയും ചെയ്യും. ഓസോൺ 3. മുകളിലെ അന്തരീക്ഷത്തിലെ ഓസോൺ ഉപയോഗപ്രദമാണെങ്കിലും ഭൂതല ഓസോൺ ദോഷകരമാണ്. ഇത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും, പ്രത്യേകിച്ച് ചൂടും വെയിലുമുള്ള ദിവസങ്ങളിൽ. വായു മലിനീകരണത്തിന്റെ ആരോഗ്യ പ്രത്യാഘാതങ്ങൾ. ഡൽഹി പോലുള്ള ഒരു നഗരത്തിൽ വായുവിന്റെ ഗുണനിലവാരം പലപ്പോഴും അപകടകരമായ നിലയിലെത്തുന്നു. ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കുന്നത് വ്യക്തികൾക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നതിനും നയരൂപകർത്താക്കൾക്ക് ഫലപ്രദമായ തന്ത്രങ്ങൾ നടപ്പിലാക്കുന്നതിനും നിർണായകമാണ്. ഹ്രസ്വകാല ആരോഗ്യ പ്രഭാവങ്ങൾ. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ. മലിനമായ വായുവുമായി ഉടനടി സമ്പർക്കം പുലർത്തുന്നത് ചുമ, ശ്വാസമുട്ടൽ, ശ്വാസതടസ്സം തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. സൂക്ഷ്മകണിക പദാർത്ഥങ്ങളും നേരത്തെ പറഞ്ഞ പോലെ PM2.5, PM10 മറ്റ് മലിനീകരണ വസ്തുക്കളും ശ്വസന വ്യവസ്ഥയെ പ്രകോപിപ്പിക്കുകയും ശ്വസനനാളത്തിൽ വീക്കമുണ്ടാക്കുകയും ചെയ്യുന്നു. തലവേദനയും ക്ഷീണവും. വായു മലിനീകരണം തലവേദനയും ക്ഷീണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നൈട്രജൻ ഡയോക്സൈഡ് പോലുള്ള മലിനീകരണത്തിന്റെ സാന്നിധ്യം കേന്ദ്ര നാഡീവ്യവസ്ഥയെ ബാധിക്കും. തീർച്ച. ആസ്മ അല്ലെങ്കിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് COPD ഉള്ള വ്യക്തികൾക്ക് ഉയർന്ന വായു മലിനീകരണത്തിന്റെ കാലഘട്ടത്തിൽ വഷളായ ലക്ഷണങ്ങൾ അനുഭവപ്പെടാം. മലിനീകരണത്തിന് നിലവിലുള്ള ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണർത്തുകയോ വർദ്ധിപ്പിക്കുകയോ ചെയ്യാം. കണ്ണിലെ പ്രകോപനം. വായുവിലൂടെയുള്ള മലിനീകരണവും കണ്ണുകൾക്ക് അസ്വസ്ഥതയുണ്ടാക്കാം. സൾഫർ ഡയോക്സൈഡ് പോലുള്ള മലിനീകരണ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള സന്ദർഭങ്ങളിൽ ഇത് പ്രത്യേകിച്ച് സത്യമാണ്. ഇത് കണ്ണിന് അസ്വസ്ഥതയ്ക്കും ജലസേചനത്തിനും കാരണമാകും. ദീർഘകാല ആരോഗ്യ പ്രത്യാഘാതങ്ങൾ. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ. വായു മലിനീകരണവുമായി ദീർഘനേരം സമ്പർക്കം പുലർത്തുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സൂക്ഷ്മ കണികകളും മറ്റ് മലിനീകരണ വസ്തുക്കളും രക്തപ്രവാഹത്തിൽ പ്രവേശിക്കും. ഇത് വീക്കമുണ്ടാക്കുകയും ഹൃദയാഘാതമുണ്ടാക്കുകയും ചെയ്യും. ഹൃദയാഘാതം, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ അവസ്ഥകളുടെ വികാസത്തിന് കാരണമാവുകയും ചെയ്യും. വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ.
മലിനീകരണ വസ്തുക്കളുമായി ദീർഘനേരം സമ്പർക്കം പുലർത്തുന്നത് വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ വികാസത്തിന് കാരണമാകും. ക്രോണിക് ബ്രോങ്കൈറ്റിസ്, എംഫിസൈമ തുടങ്ങിയ അവസ്ഥകൾ വർഷങ്ങളോളം മലിനമായ വായു ശ്വസിച്ചതിന് ശേഷം പ്രകടമാകാം. പ്രത്യേകിച്ച് ഉയർന്ന എക്സ്പോഷർ ലെവലിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക്. മലിനമായ വായുവിന്റെ ആഘാതം ലഘൂകരിക്കുന്നതിന് ഒരു വ്യക്തിയുടെയും സമൂഹത്തിന്റെയും തലത്തിൽ സംരക്ഷണവും പ്രതിരോധ തന്ത്രങ്ങളും നടപ്പിലാക്കുന്നത് നിർണായകമാണ്. ഡൽഹിയിലെ വായു ഗുണനിലവാരത്തിന്റെ വെല്ലുവിളികളിലൂടെ നാവിഗേറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന സമഗ്രമായ നുറുങ്ങുകൾ ഇതാ. വായുവിന്റെ ഗുണനിലവാരം നിരീക്ഷിക്കുന്നു. എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് ആപ്പുകൾ ഉപയോഗിക്കുക. എയർ വിഷ്വൽ, സഫർ എയർ, പ്ലൂം എയർ റിപ്പോർട്ട് എന്നിവ പോലുള്ള വിശ്വസനീയമായ ആപ്പുകൾ ഉപയോഗിച്ച് ദൈനംദിന വായു നിലവാരത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. ഈ ആപ്പുകൾ എയർ ക്വാളിറ്റി ഇൻഡെക്സ് AQI അടിസ്ഥാനമാക്കി തത്സമയ എയർ ക്വാളിറ്റി ഡാറ്റ, പ്രവചനങ്ങൾ, ആരോഗ്യ ശുപാർശകൾ എന്നിവ നൽകുന്നു. ഗവൺമെന്റ് വെബ്സൈറ്റുകൾ പരിശോധിക്കുക. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് CPCB, സിസ്റ്റം ഓഫ് എയർ ക്വാളിറ്റി, വെതർ ഫോർകാസ്റ്റിംഗ് ആൻഡ് റിസർച്ച്, സഫർ തുടങ്ങിയ വെബ്സൈറ്റുകൾ പതിവായി വായു ഗുണനിലവാര വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു. ഈ പ്ലാറ്റ്ഫോമുകൾ ഡൽഹിയുടെ വിവിധ പ്രദേശങ്ങളിലെ നിലവിലെ മലിനീകരണ നിലവാരത്തെക്കുറിച്ചുള്ള സമഗ്രമായ ഡാറ്റയും ഉൾക്കാഴ്ചകളും വാഗ്ദാനം ചെയ്യുന്നു. ഡൽഹിയിലെ വായു മലിനീകരണത്തിന്റെ ഗൗരവവും അതിനെ നേരിടാനുള്ള നുറുങ്ങുകളും ഞങ്ങൾ ഈ വീഡിയോയിൽ അവതരിപ്പിച്ചു. നിങ്ങളുടെ ആരോഗ്യവും പരിസ്ഥിതിയും സംരക്ഷിക്കാൻ ആവശ്യമായ കരുതലെടുക്കുക. കൂടുതൽ അറിവിനും വിവരങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.